അതുപോലെ തന്നെ ഫുഡിൻ്റെ മുന്നിൽ അടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് റെന. ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ഇവിടെ അതൊന്നും നടക്കില്ല എന്ന് അഭിലാഷും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് എല്ലാവരും കൂടി ലിവിങ് ഏരിയയിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉപ്പുമാവ് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കിച്ചൺ ടീം നല്ല സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ജിഷിനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ജിഷിനെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റെനയുടെ തൊട്ടടുത്താണ് നിവിൻ ഇരിക്കുന്നത്. നിവിൻ്റെ അടുത്ത് പറയാണ്, അനുവിനെ നീ പിന്നിൽ നിന്നും കുത്തിയില്ലേന്ന്. അനുവിനെ പിന്നിൽ നിന്ന് കുത്തിവെച്ച് 2 ദിവസമായിട്ട് നിവിൻ അനുവിൻ്റെ അടുത്ത് നിന്ന് മാറി കളിക്കുന്നുണ്ടല്ലോ. ഭയങ്കര സ്നേഹമായിട്ട് പെട്ടെന്നൊരു ചേഞ്ചാണ് ഉണ്ടായത്. അപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് റെന എത്തിയിരിക്കുകയാണ്. റെന ചോദിക്കുന്നത്, നീ അനുവിനെ പിന്നിൽ നിന്ന് കുത്തിയില്ലേ, അപ്പോൾ ആരാടി കുത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് നിവിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം റെന അത് പറഞ്ഞതാണ്. അപ്പോൾ നിവിനാണെങ്കിൽ പ്രൊവോക്ഡ് ആവുകയും ചെയ്തു. നിവിൻ ഒച്ചപ്പാടുണ്ടാക്കുന്നു, ആരാടി കുത്തിയത്, നീ കണ്ടോ കുത്തിയത്, നീ അടി കുത്തിയത് എന്നൊക്കെ പറഞ്ഞ് റെനയുടെ നേർക്ക് വരുന്നു. പക്ഷേ റെന ഒന്നും മിണ്ടുന്നില്ല. അത് റെനയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം. ഇത് കണ്ടുകൊണ്ടാണ് ക്യാപ്റ്റൻ, നിലവിലെ നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുള്ള അഭിലാഷ് വരുന്നത്. അഭിലാഷ് പറയാണ്, ഇവിടെ ഇത്രയും പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ, ഇവിടെ ഒന്നും അലക്കാൻ പറ്റില്ല, എന്തിനാ ഒച്ചെടുക്കുന്നത്. പക്ഷെ നിവിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ അവളാണ് കാരണം എന്ന് പറയുമ്പോൾ അവൾ മിണ്ടുന്നില്ലല്ലോ, അവൾ മിണ്ടാണ്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കണല്ലേ, നീ എന്തിനാ കിടന്ന് ഒച്ചുണ്ടാക്കുന്നത്, ഇവിടെ ഇത്രയും പേർക്ക് ഫുഡ് കഴിക്കണം, ഇവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് അഭിലാഷ് ക്യാപ്റ്റനായിരിക്കുമ്പോൾ ഡൈനിങ് ഏരിയയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിയുന്ന സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടൊക്കെയാണ് അഭിലാഷ് എത്തിയിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ് അല്ലേ, ഒരു ക്യാപ്റ്റൻ നിലയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ അഭിലാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അഭിലാഷൊക്കെ കുറച്ചുകൂടെ നേരത്തെ ക്യാപ്റ്റൻ ആവേണ്ടതായിരുന്നു. 3-4 തവണ വന്നിട്ടുണ്ട്, പക്ഷേ ആൾക്ക് ഇപ്പോഴാണ് സാധിച്ചത്. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമുള്ളൂ ഇവിടെ പ്രശ്നം. അപ്പോൾ അഭിലാഷ് അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ കരുതിക്കോന്ന്. ഇവിടെ നിവിൻ പ്രൊവോക്ഡ് ആവണം, നിവിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ടോ എന്തോ റെന അവിടെ വന്ന് നൈസായിട്ട് ഇങ്ങനെ ചെവിയിൽ നീ അനുവിനെ പിന്നെ നിന്ന് കുത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മിണ്ടാണ്ടെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റെന ഗെയിമൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നും മൊഞ്ചത്തി കുട്ടിയായിട്ടൊക്കെ വന്നേക്കണേ, തട്ടൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ടും നൈസായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുവായിട്ട് വേറെ നല്ലൊരു സ്നേഹബന്ധത്തിൽ പോകാനുള്ള പരിപാടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. റെനയെ ഇങ്ങനെ വിടാൻ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെനയുടെ ഡ്രസ്സുകൾ അലക്കേണ്ടത് നിവിനാണ്. ഇനി ആ ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യോ എന്താണെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ടറിയാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.